Banking aspirants ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന SBI Clerk, SBI Junior Associatesന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു എഡ്യൂഗാനറ്റ്. ഞാൻ കലാദീപക്. SBI ക്ലർക്കിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 7th ആണ്. പക്ഷേ നവംബർ 30th മസ്റ്റായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. ബിക്കോസ് SBIയുടെ സൈറ്റ് വളരെയേറെ ബിസിയാവും. ലാസ്റ്റ് ഡേറ്റ്സ് ആയാൽ ഒരു കാരണവശാലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷേ പലതരത്തിലുള്ള എറേഴ്സ് കാണിച്ചുകൊണ്ടിരിക്കും. സോ മസ്റ്റായിട്ട് നവംബർ 30th അപ്ലൈ ചെയ്തിരിക്കണം. ഇനി ആർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുക? എലിജിബിലിറ്റി നോക്കാം. ഫസ്റ്റ്ലി എഡ്യൂക്കേഷൻ, എനി ഡിഗ്രി, ഏത് ഡിഗ്രി പ്രശ്നമല്ല, എനി ഡിഗ്രി, പെർസെൻറ്റേജും പ്രശ്നമല്ല. ഗ്രാജുവേറ്റ് ആയിരിക്കണം ആസ് ഓൺ ഡിസംബർ 31st. ഒരു പോസ്റ്റ് ഡേറ്റ് ആണ് എപ്പോഴും SBI തരിക. അതായത് ഈ വർഷം അവസാനം ഡിസംബർ 31st ഗ്രാജുവേറ്റ് ആവുന്നവർക്ക് വരെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് പെൻഡിങ്ങോ സപ്ലിയോ കാര്യങ്ങളോ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല. ഡിസംബർ 31st റിസൾട്ടൊക്കെ വന്ന് ക്ലിയർ ചെയ്യാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഏജിൻ്റെ എലിജിബിലിറ്റി നോക്കാം. അത് കാറ്റഗറി വൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. ലൈക്ക് ജനറൽ, OBC, SC, ST. ജനറൽക്കാർക്ക് 28 വയസ്സ് വരെ, OBCക്ക് 31 വരെ, SC, STക്ക് 33 വരെയാണ് ക്ലറിക്കൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. എക്സ് മിലിറ്ററിക്ക് 50 വയസ്സ് വരെ. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി 10 വർഷ തെളിവുണ്ട്. പിന്നെ വിഡോ അല്ലെങ്കിൽ ഡിവേഴ്സ്ഡ് ആയിട്ടുള്ള വിമനും ഈ ജനറൽ, OBC, SC, ST അങ്ങനെ കാറ്റഗറി വൈസ് പ്രത്യേക ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ക്ലറിക്കൽ ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ ഇല്ല, പ്രിലിംസ്, മെയിൻസ് അങ്ങനെ 2 ലെവൽ ഒബ്ജക്റ്റീവ് ഓൺലൈൻ എക്സാം ആണ് വരുന്നത്. ഫസ്റ്റ് ലെവൽ പ്രിലിംസ് വരാൻ പോകുന്നത് ജനുവരിയിലാണ്. 3 പേപ്പേഴ്സാണ് പ്രിലിംസിൽ വരുന്നത്. റീസണിംഗ്, മാത്സ്, ഇംഗ്ലീഷ്. ടോട്ടൽ ഡ്യൂറേഷൻ 1 hour. റീസണിങ്ങിൽ നിന്ന് 35 questions 20 minutes. അതുപോലെ തന്നെ മാത്സിൽ നിന്നും 35 questions 20 minutes. ഇംഗ്ലീഷിൽ നിന്ന് 30 questions 20 minutes. ഓരോ 20 മിനിറ്റും കഴിയുമ്പോൾ ഓരോ സെക്ഷനും കട്ടായി പോകും. അപ്പോൾ ആ 20 മിനിറ്റിൽ നിന്നുകൊണ്ടേ നമുക്ക് ആ ഓരോ സബ്ജക്റ്റും ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ SBIയുടെ എക്സാംസിന് സെക്ഷണൽ കട്ട് ഓഫ് വരാറില്ല. അതായത് ഓരോ സബ്ജക്റ്റിനും പ്രത്യേക കട്ട് ഓഫ് അതില്ല, ബട്ട് ടോട്ടൽ കട്ട് ഓഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടോട്ടൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യണമെങ്കിലും നന്നായിട്ട് സ്കോർ ചെയ്യണമെങ്കിലും നമ്മൾ കിട്ടുന്ന 20 മിനിറ്റ്സിൽ ഓരോ സെക്ഷനും നന്നായിട്ട് സ്കോർ ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കണം. എന്നാലേ സെക്ഷണൽ കട്ട് ഓഫ് ഇല്ലെങ്കിൽ പോലും ടോട്ടൽ കട്ട് ഓഫ് കയറുകയും നന്നായിട്ട് സ്കോർ ചെയ്യാനൊക്കെ സാധിക്കത്തുള്ളൂ. പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നവർക്ക് മെയിൻസ് വരാൻ പോകുന്നത് നെക്സ്റ്റ് മന്ത്, അതായത് ഫെബ്രുവരിയിലാണ്. ജനുവരിയിൽ പ്രിലിംസ്, ഫെബ്രുവരിയിൽ മെയിൻസ്. മെയിൻസും ഓൺലൈൻ എക്സാം, റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്, GA ഇത്രയും സെക്ഷൻസ് ആണ് എക്സാമിന് വരുന്നത്. ഇനി ഈ പ്രിലിംസും മെയിൻസും ഒക്കെ ക്ലിയർ ചെയ്യുന്നവർ ജോബിന് എലിജിബിൾ ആവുമല്ലോ. ജോബിന് എലിജിബിൾ ആവുന്ന സമയത്ത് ഒരു ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് കാണും ഫോർ ഹൂ എവർ ഗെറ്റ്സ് ക്വാളിഫൈഡ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് സ്റ്റേറ്റിനാണോ അപ്ലൈ ചെയ്യുന്നത്, നമുക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റാണോ ചൂസ് ചെയ്യുന്നത് ആ സ്റ്റേറ്റിലെ ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കണം. ലൈക്ക് കേരള ആണെങ്കിൽ മലയാളം, തമിഴ്നാടാണെങ്കിൽ തമിഴ്, കർണാടക ആണെങ്കിൽ കന്നഡ, അങ്ങനെ ആ പെർട്ടിക്കുലർ സ്റ്റേറ്റിൻ്റെ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് അറിവുണ്ടായിരിക്കണം. ഈ പറയുന്ന ലാംഗ്വേജ് നമ്മൾ 10th 12th ഒരു വിഷയമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി, അത് കാണിച്ചാൽ മതി, മാർക്ക് ലിസ്റ്റ് കാണിച്ചാൽ മതി. അങ്ങനെ നമ്മൾക്കൊരു പ്രൂഫ് കാണിക്കാനില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. റീഡ്, റൈറ്റ്, സ്പീക്ക് ഒക്കെയാണ് നോക്കുക. അത് നോട്ടിഫിക്കേഷൻ അവർ എടുത്തു പറയുന്നുണ്ട്. ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ക്ലിയർ ചെയ്ത അവർ വിൽ ബി ഡിസ്ക്വാളിഫൈഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റ് സ്റ്റേറ്റ് ഒക്കെ വെക്കുമ്പോൾ വേക്കൻസീസ് ഒക്കെ നോക്കി നമ്മൾ ചിലപ്പോൾ മറ്റ് സ്റ്റേറ്റുകൾ ചൂസ് ചെയ്യുമല്ലോ. അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അത്യാവശ്യമെങ്കിലും ഒരു പിടിപാടുള്ള ലാംഗ്വേജ് ഉള്ള സ്റ്റേറ്റുകൾ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്താണല്ലോ പ്രിലിംസും മെയിൻസും ഒക്കെ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ലാംഗ്വേജിൽ വരുമ്പോൾ നമുക്കതൊരു ബർഡൻ ആവരുത്. ആ രീതിയിലുള്ള സ്റ്റേറ്റുകൾ നമ്മൾ ചൂസ് ചെയ്യുക. വേക്കൻസീസിനെ കുറിച്ചൊക്കെ തന്നെ നോട്ടിഫിക്കേഷൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് വേക്കൻസീസിൻ്റെ കാര്യങ്ങളൊക്കെ. എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ SBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡയറക്റ്റ് ആപ്ലിക്കേഷൻ പേജിലേക്ക് അങ്ങ് പൊയ്ക്കോളൂ. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺസിലൂടെ ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ട് ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അക്ഷയയിലോ കമ്പ്യൂട്ടർ സെൻറ്ററിലൊക്കെ പോയി ചെയ്യാം, നോ പ്രോബ്ലം. ബട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തണം. ഒന്നും തെറ്റിപ്പോരുത്. ഞാൻ അവരെ ഏൽപ്പിച്ചു വിട്ടു അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം, എല്ലാം കറക്റ്റ് ആണെന്നുള്ള ഓരോ ഡീറ്റെയിലും എൻ്റർ ചെയ്യുമ്പോൾ. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ, OBC കാറ്റഗറിക്ക് 750 ആണ്. SC, ST ആൻഡ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിക്ക് ഫീസ് ഒന്നും തന്നെ ഇല്ല. ജനറൽ, OBCക്കാർക്കും 750. ഓക്കെ.
അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. ബാങ്ക് എക്സാംസിന് ഒന്നും തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. 4 കാര്യങ്ങൾ മാത്രം മതി. നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നമ്മുടെ സിഗ്നേച്ചർ, നമ്മുടെ ലെഫ്റ്റ് ടേം ഇംപ്രഷൻ, നമ്മുടെ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. ഈ 4 കാര്യങ്ങൾ മതി നമുക്ക് ഏതൊരു എക്സാമിനും അപ്ലൈ ചെയ്യാൻ. അത് നമ്മൾ ഈ ഓരോന്നും ഓരോ സൈസിലാക്കിയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. നോട്ടിഫിക്കേഷൻ്റെ 10ാമത്തെ പേജ് നോക്കുക, അത് മാത്രം നോക്കിയാൽ മതി. വളരെ വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ ഓരോന്നും ഏത് സൈസിലാക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതൊക്കെ ഒരിക്കൽ ആ സൈസിലാക്കിയിട്ട് സേവ് ചെയ്തിട്ടേക്കുക. കാര്യം എല്ലാ എക്സാംസിനും ഇതൊക്കെ തന്നെ ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ വൺസ് നമ്മൾ സൈസിലാക്കിയിട്ട് സേവ് ചെയ്യുക. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എങ്ങനെ എഴുതണമെന്ന് താണ്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കും. അതുപോലെ നിങ്ങളുടെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ ഒരു പേപ്പറിലോട്ട് അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യരുത്, സൈറ്റ് ബിസി ആയിപ്പോൾ. നമ്മൾ തുടക്കത്തിൽ ചെയ്യുമ്പോൾ പോലും സൈറ്റ് ബിസി ആയിരിക്കും. നമ്മൾ ഇച്ചിരി സമാധാനത്തെ കുറച്ച് സമയം അതിന് വേണ്ടി മാറ്റി വെക്കാൻ റെഡി ആയിരിക്കണം. പരീക്ഷയ്ക്ക് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കേരളത്തിൽ ഒട്ടുമിക്ക ഡിസ്ട്രിക്ട്സിലെല്ലാം തന്നെ എക്സാമിനേഷൻ സെൻറ്റർ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഓർത്തോണം ജനുവരിയിലാണ് എക്സാം വരാൻ പോകുന്നത്. അപ്പോൾ അന്നേരത്തെ നമ്മുടെ സൗകര്യാർത്ഥമൊക്കെ നമ്മൾ എക്സാമിനേഷൻ സെൻറ്റർ ചൂസ് ചെയ്യുക. ഒരിക്കൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റം വരുത്താൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം എക്സാമിന് മുൻപായിട്ട് നമുക്ക് അഡ്മിറ്റ് കാർഡ് വരും. അപ്പോൾ അതിൽ കാണും നമ്മൾ ഈ ചൂസ് ചെയ്ത് കൊടുത്ത ഡിസ്ട്രിക്റ്റിൽ എവിടെ വെച്ചാണ് എപ്പോഴാണ് നമ്മുടെ എക്സാം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഹോൾ ടിക്കറ്റിൽ വരും. ആ എക്സാം സെൻറ്ററിൽ പോയിട്ടാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. പരീക്ഷ ഞാൻ പറഞ്ഞല്ലോ ഓൺലൈനാണ്. നമ്മൾ ആ എക്സാം സെൻറ്ററിൽ പോകുമ്പോൾ നമുക്ക് ഈ ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള കമ്പ്യൂട്ടർ ഫെസിലിറ്റി ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. ഒബ്ജക്റ്റീവ് മോഡലിലാണ് ചോദ്യങ്ങൾ വരിക. അതായത് ഒരു ക്വസ്റ്റ്യൻ, അതിനെ തുടർന്ന് 5 ഓപ്ഷൻ, ശരിയായിട്ടുള്ള ഉത്തരത്തിലോട്ട് ക്ലിക്ക് ചെയ്യുക. കറക്റ്റ് ആണെങ്കിൽ നമുക്ക് 1 മാർക്ക് കിട്ടും. തെറ്റിയാലും നെഗറ്റീവ് മാർക്സ് ഉണ്ട്, 0.25 മാർക്സ് കുറയും. നമുക്ക് ഈ വർക്കൗട്ട് ചെയ്യാനുള്ള റഫ് പേപ്പറും കാര്യങ്ങളൊക്കെ അവർ എക്സാം സെൻറ്ററിൽ തന്നെ തരും. ഓക്കെ, ഇനി ഈ എക്സാം ഒക്കെ ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോണം. ഇനി കളയാൻ ഒരു രീതിയിൽ സമയമില്ല. കാര്യം ജനുവരിയിലാണ് എക്സാം. ആർക്കാണ് ബാങ്ക് എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും ക്ലിയർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഡസൻറ്റ് ഡിപ്പെൻഡ് ഓൺ യുവർ പാസ്റ്റ്. നിങ്ങൾ ആവറേജ് ആണോ ബിലോ ആവറേജ് ആണോ, നത്തിങ് ലൈക്ക് ദാറ്റ്. നമ്മൾ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, അത് ഞാൻ ബാങ്ക് എക്സാംസ് ഇൻ ജനറൽ പറയാണ്, നമ്മൾ ഏത് രീതിയിൽ എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നു, എത്രത്തോളം ഡിറ്റർമിൻഡ് ആയിട്ട് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുന്നു, അതിലിരിക്കുകയാണ് പ്യോർലി നമ്മുടെ സക്സസ്. അത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് പേഷ്യൻസ് വേണം, ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. എഡ്യൂ ഗാർണറ്റ് ഓൺലൈൻ ബാങ്ക് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് SBIക്ക് വേണ്ടിയിട്ട് തന്നെ സ്പെഷ്യൽ 2 months ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. റെക്കോർഡ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മൊബൈലും ലാപ്പും ഒക്കെ യൂസ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. സിലബസ് അനുസരിച്ച് റൈറ്റ് ഫ്രം ദ ബേസ് ടു ദി ഹയർ ലെവലുള്ള ഫുൾ ക്ലാസ്സസ്, കറസ്പോണ്ടിങ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, മോഡൽ എക്സാം, ഡെയിലി GA എല്ലാം അടങ്ങി, അതായത് മെയിൻസിന് ഉൾപ്പെടെയുള്ള ഫുൾ കണ്ടന്റ് അടങ്ങിയ ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ നൽകുന്നത്. നിങ്ങൾ അഥവാ വർക്ക് ചെയ്യുവാണെങ്കിലോ മറ്റെന്തെങ്കിലും കോഴ്സ് ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം തന്നെ സുഖകരമായി ടൈം മാനേജ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഈ 2 months കൊണ്ട്, അതായത് ഈ ഒരു ഷോർട്ട് പീരീഡിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് പ്രിപ്പറേഷൻ ചെയ്യേണ്ടതെന്നുള്ളൊരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഗൈഡൻസും ഓൺലൈനാണ്, നേരിട്ട് കാണുന്നതെന്ന് മാത്രം ഓൾവേസ് നമ്മൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഗൈഡൻസും നമ്മൾ നൽകുന്നതാണ്. ക്രാഷ് കോഴ്സിന് പുറമെ നമുക്ക് 1 year and 6 months പാക്കേജും അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യോ ചെയ്താൽ മതിയാവും. Have a nice day. Thank you.